നമ്മൾ ഈ സാധാരണ ഗ്രോ ബാഗ് ഒക്കെ മേടിക്കുമ്പോൾ നമുക്ക് 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷമൊക്കെ അല്ലേ കിട്ടുള്ളൂ. അപ്പം നമുക്ക് വേറൊരു പുതിയ ഐറ്റം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് പുതിയ ഐറ്റം എന്നാ വെച്ചാൽ ഇത് നമുക്കൊരു 5 to 7 years ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന മാറി പല കൃഷികളും ചെയ്യാവുന്ന രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റമാണ്. അത് നല്ല തിക്നെസ് ഉള്ള അതിന് ബോർഡർ നല്ലൊരു 4 mm ഒക്കെ റോപ്പ് കൊടുത്തിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മളിപ്പോൾ മണ്ണിൽ ഒരു ചെടി കുഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പച്ചക്കറി നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വളം സ്കാറ്റർ ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതല. ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് എന്തോ അത് ചെടിക്ക് അല്ലെങ്കിൽ പച്ചക്കറിക്ക് മുഴുവനായിട്ട് കിട്ടും. നമ്മളെന്തെങ്കിലും കൊടുക്കണം കേട്ടോ. ഇത് മെറ്റീരിയൽ മൾട്ടി കളറാണ്. അതായത് 220 GSM ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതിനൊക്കെ എല്ലാം ഡബിൾ സ്റ്റിച്ചാണ്, സ്പെഷ്യലി ട്രീറ്റഡ് നൂലുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അരികു കണ്ടോ, ഇത് സാധാരണ നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത് 2 mm കയറൊക്കെ ആയിരിക്കും. ഇത് നമ്മൾ 4 mm കയറ് ഇതിനോട് കൂടെ ഉരുക്കി ചേർത്തേക്കുവാണ്. അപ്പോൾ ഒരു നല്ല ഷേപ്പും ആ ഒരു സ്ട്രെങ്ത്തും കിട്ടാനായിട്ട് ഇത് വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ ഇപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും ഇതിനകത്ത് വെള്ളം ഒഴിച്ചാൽ പുറത്ത് പോകും. നമ്മളൊരു 4 ഹോള്, ചെറിയ ഹോള് സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം സഫീഷ്യൻ്റ് ആയിട്ടുള്ള വെള്ളം ഇതിന് കിട്ടുകയും എക്സസ് ആയിട്ട് വരുന്ന സംഗതി പുറത്ത് പൊക്കോളും ചെയ്തോളും. ഇത് അതുപോലെ തന്നെ നമ്മൾ ഇവനൊന്ന് സുന്ദരനാക്കാൻ വേണ്ടിയിട്ട് ചില കൈക്കറികളൊക്കെ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല എന്നാ പറയുക, ഒരു ഫിനിഷിങ് ബോർഡർ കൊടുത്തിട്ടുണ്ട്. സാധാരണ നിങ്ങൾ കാണുന്ന ഗ്രോ ബാഗുകളൊക്കെ ചിലപ്പം ഒരു പച്ച കളർ മാത്രമായിരിക്കും ഒരു സൈഡ് കാണുക. ഇത് നമ്മളതിനൊരു തലക്കെട്ട് ഒക്കെ, ഞാൻ തലക്കെട്ടിയ പോലെ ഒരു കെട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണ്. ഒരു 5 to 7 years സുഖമായിട്ട് ലാസ്റ്റ് ചെയ്യുന്നൊരു ലൈഫ് കിട്ടുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് നമ്മളിത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഞാനും നിങ്ങളിൽ പലരെയും പോലെ ഒരു കൃഷിക്കാരനാണ്. എന്ത് കൃഷി എന്ന് ചോദിച്ചാൽ മീൻ കൃഷിയുണ്ട്, പിന്നെ കുറച്ച് റംബൂട്ടാൻ, അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്ന സാധനങ്ങൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കൃഷിയെ സഹായിക്കുന്ന സംഗതികളാണ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. അത് മെയിനായിട്ട് ഗ്രോ ബാഗ് നമ്മൾ ചെയ്യുന്നുണ്ട്, പിന്നെ ടാർപോളിൻ ഷീറ്റ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം വാട്ടർ സ്റ്റോറേജ്, ഇപ്പം പല വെള്ളത്തിൻ്റെ സ്കേഴ്സിറ്റി ഉള്ള പല പ്രദേശങ്ങളിലും നമ്മൾ മണ്ണ് കുഴിച്ചേച്ച് ടാർപ്പായിട്ട് പടുതയിട്ടേച്ച് ടാങ്കുകൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മെയ്ഡായിട്ടുള്ള പടുതകൾ നിങ്ങൾ ഏതളവ് പറഞ്ഞാലും നമ്മൾ ഉണ്ടാക്കി തരും. അത് എത്ര വലുതായാലും ഇനി എത്ര ചെറുതാണേലും നമ്മൾ ഉണ്ടാക്കി തരും. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണ്. പ്രധാന കൃഷി എന്ന് പറഞ്ഞാൽ മീൻ കൃഷിയാണ്. മീൻ കൃഷിയുടെ കൂടെയുള്ള പ്രധാന കൃഷി എന്ന് പറഞ്ഞാൽ ഈ ഗ്രോ ബാഗിൻ്റെയും ടാർപോളിൻ്റെ ഒക്കെ കൃഷിയാണ്. ഈ ടാർപോളിൻ്റെ കൂടെ ഗ്രോ ബാഗും കൂടെ ചെയ്യാം എന്നിങ്ങനെ ഒരു ഐഡിയ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു വളരെ ഈസി ആയിട്ടുള്ള, നമുക്ക് അത്യാവശ്യം സംവിധാനങ്ങളുണ്ടല്ലോ, അപ്പം വളരെ ഈസി ആയിട്ട് നടക്കുമായിരിക്കും എന്ന് വെച്ചു. ഇത് അന്വേഷിച്ച് ചെന്നപ്പോഴല്ലേ ഒരാളും ഒരു കമ്പനിക്കകത്ത് കയറ്റൂല, ഇതെങ്ങനെയാണെന്ന് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരൂല. ഏകദേശം ഒരു 1.5 കൊല്ലം ഇതിൻ്റെ പുറകെ നടന്നിട്ടാണ് നമ്മൾ ഈ ഒരു രൂപത്തിലേക്ക് അതിൻ്റെ ക്വാളിറ്റി, നമ്മൾ ഒരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ക്വാളിറ്റി വളരെ പ്രധാനമായിട്ട് നോക്കണം. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇതിൻ്റെ മെറ്റീരിയൽ, അതിനുപയോഗിക്കുന്ന കയറ്, പിന്നെ അതിനുപയോഗിക്കുന്ന എന്താ പറയുക നൂല്, പിന്നെ അത് ചെയ്യാനുള്ള മെഷീനറി, ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഗതിയാണ്. കാണുമ്പോൾ നമുക്ക് വളരെ ഇതെന്താ വെറുതെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വിടുമല്ലേ, അങ്ങനത്തെ പരിപാടിയല്ല. ഇത് നല്ല ടഫായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ നമ്മളെ അകത്ത് കയറ്റിയില്ല, കമ്പനിക്ക് അത് കയറ്റിയില്ല. മിക്കവാറും ആൾക്കാർ അങ്ങനെ തന്നെയാണ്. അപ്പം എന്നാൽ പിന്നെ നമുക്കൊന്ന് നോക്കിക്കളയാം. നമ്മൾ പിടിച്ച് തള്ളുമ്പോഴാണല്ലോ നമുക്ക് മുന്നോട്ട് പോകാനൊരു ഊർജം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നല്ല രീതിയിൽ അത് ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഈ ലാഭം നോക്കിയിട്ട് ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും വരുത്തില്ല. കാരണം ചെയ്തില്ലെന്നേ ഉള്ളൂ. ചെയ്യുന്ന കാര്യം വെടുപ്പായിട്ട് ചെയ്യുക, വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യണം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നൊരു സാധനമാണ്.
ഇത് ഒരു പൊടിക്കുഞ്ഞൻ നമുക്ക് എന്നാ ഡൈനിങ് ടേബിളിലൊക്കെ വല്ല ചെടിയൊക്കെ വെക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ നല്ല കുഞ്ഞല്ലേ, ഒരു സുന്ദരൻ. ഇത് പിന്നെ നമുക്ക് ഹാങ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് 6 ഇഞ്ച് ഉയരം, 6 ഇഞ്ച് വ്യാസം. ഇതിന്റെ വില ഞാൻ പറയുന്നില്ല, ഇതിന്റെ അല്ല ഒന്നിന്റെയും വില ഞാൻ പറയുന്നില്ല. അതിനൊരു കാരണമുണ്ട്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് 2 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. ഈ റോ മെറ്റീരിയലിന്റെ വില മാറുന്നതിനനുസരിച്ച് ഇതില് പ്രൈസ് വേരിയേഷൻ ഒക്കെ ചെറുതായിട്ട് വരാം. അപ്പൊ നിങ്ങൾ പറയും അല്ല വീഡിയോയിൽ അതാണല്ലോ പറഞ്ഞത്, ഇപ്പൊ എന്താ ഇത് പറയണെന്ന് ചോദിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വില പറയാതിരിക്കുന്നത്. അപ്പം വിളിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും വിലയും പറഞ്ഞുതരാം, എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഇതാണെങ്കിൽ 9 ഇഞ്ച് വ്യാസം, 9 ഇഞ്ച് ഉയരം. നമുക്ക് ഈ ചെടിയൊക്കെ വെക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. കാരണം എന്താ പറയുമോ, ഇതാണെങ്കിൽ ഇപ്പം സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാൻ അതിനുള്ള വെയിറ്റേ ഉള്ളൂ. അപ്പം കാണാനും നല്ല ക്യൂട്ടാണ്, ഒരു പാകത്തിനുള്ള സൈസാണ്. അപ്പം 9x9 ചെടി വെക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. ഇത് 12x9. നമ്മൾ ഈ 12x9 എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്ന സംഖ്യ ഇതിന്റെ വ്യാസമാണ്, രണ്ടാമത്തത് ഉയരമാണ്. ഇത് അത്യാവശ്യം എന്നാ മുളക്, വെണ്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാം. ഈ പഞ്ചായത്തുകളിലൊക്കെ ഈ സ്കീം പ്രകാരം കൊടുക്കുന്നുണ്ട്. അത് ഒരു വീട്ടിലേക്ക് 25 ബാഗ് പച്ചക്കറി അടക്കമുള്ള പച്ചക്കറിയും പിന്നെ വളവും മണ്ണും എല്ലാം കൂടെ കൊടുക്കുന്ന ഒരു സ്കീമുണ്ട്. അതിനകത്ത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ 12x9 ഇത് 15x9. 15x9 എന്ന് പറഞ്ഞാൽ 15 ഇഞ്ച് വ്യാസമുണ്ട്, 9 ഇഞ്ച് ഹൈറ്റ്. നമുക്ക് അത്യാവശ്യം വേര് പടരേണ്ടതായിട്ടുള്ള ചെടികളോ പച്ചക്കറികളൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇത് 9 ഇഞ്ച് വ്യാസം, 12 ഇഞ്ച് ഹൈറ്റ്. നമ്മൾ ഈ കറിവേപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ ബെസ്റ്റാണ്. ഇത് 12x12, അതായത് 12 ഇഞ്ച് വ്യാസം, 12 ഇഞ്ച് ഹൈറ്റ്. ഒരുവിധപ്പെട്ട എല്ലാ പച്ചക്കറികളും ഇതിൻ്റെ അകത്ത് വെക്കാം. ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ 12x12 എന്ന് പറയുന്നത്. ഇപ്പം കൂടുതൽ കാലം നിൽക്കുന്ന പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ വെണ്ടയൊക്കെ ഒരു സീസൺ കഴിഞ്ഞാൽ അതങ്ങ് പോകും. പിന്നെ വഴുതനയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ കാലം നിൽക്കും. അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ കുറച്ച് വേര് പിടുത്തം കൂടുതൽ വേണ്ട സാധനങ്ങളൊക്കെ വെക്കാവുന്ന ഒരു ഒറ്റയ്ക്ക് വേണമെങ്കിൽ സ്ത്രീകൾക്ക് വരെ ഒറ്റയ്ക്ക് എടുത്തു വെക്കാവുന്ന, ഇതിനകത്ത് മണ്ണിട്ട് കഴിഞ്ഞാൽ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, ഒറ്റയ്ക്ക് എടുത്തു വെക്കാവുന്ന ഒരു കൈകാര്യം ചെയ്യാവുന്ന ഒരു നല്ലൊരു ഐറ്റമാണ് 12x12. ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഒരു ഐറ്റവും 12x12 തന്നെയാണ്. ഇത് 12x15. ഇതെന്നാ വെച്ചാലേ ഇപ്പം ടൗണിലൊക്കെ താമസിക്കുന്നവർ ഇപ്പം വാർക്കപ്പുറത്തൊക്കെ ആണെങ്കിൽ ചെറിയ ചേമ്പൊക്കെ വെക്കാനായിട്ട് ബെസ്റ്റ് ഐറ്റമാണ്. ഇത് നേരത്തെ ചെറിയ ചേന പറഞ്ഞ ആനച്ചേന, ഇച്ചിരി വലിയ ചേനയാണെങ്കിൽ കൂടെ ഇതിനകത്ത് വെക്കാം. അതുപോലെ കപ്പ വെക്കാം. കപ്പ വെച്ചാൽ ഇതിന് അത്യാവശ്യം എന്താ പറയുക സ്പേസ് ഉണ്ട്. ഇത് 24 ഇഞ്ച്, അതായത് 2 അടി വ്യാസവും 12 ഇഞ്ച് ഹൈറ്റുമാണ് ഉള്ളത്. പലരും കപ്പ വയ്ക്കാനായിട്ട് ഇത് കൊണ്ടുകൊണ്ട് നന്നായിട്ട് ആവുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇത് 18x24, അതായത് ചെറിയ മരങ്ങളൊക്കെ ഇല്ലേ, അത്യാവശ്യം എന്താ പറയുക ഫ്രൂട്ട് ട്രീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ബെസ്റ്റാണ്. ഉയരം കൂടുതലാണ്, വട്ടം അത്രയും തന്നെ ഇല്ല. പക്ഷെ നമുക്ക് സ്ഥലക്കുറവുള്ളവർക്കൊക്കെ പ്രിഫർ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. ഇത് ഇച്ചിരി വലുതാണ്, 24x24, അതായത് മാവ്, പ്ലാവ് അങ്ങനെയുള്ള വലുതാവുന്ന മരങ്ങൾ വെക്കാവുന്ന ഒരു ഐറ്റമാണ്. ഇത് 2x2 തന്നെയാണ്, 2 അടി വ്യാസവും 2 അടി പൊക്കവും. ഇപ്പം നമുക്ക് ഇതെന്നെ ഹാൻഡിൽ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെടി വെച്ചു പോയി വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനോ വല്ലോ മാമോദീസയോ എന്നാ പറയുക കല്യാണം എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ മാറ്റി വെക്കണം തോന്നുവാണെങ്കിൽ ഇത് താങ്ങി പിടിച്ച് ബുദ്ധിമുട്ടുണ്ട്. 4 പേരുണ്ടെങ്കിൽ കൂളായിട്ട് പിടിച്ച് അങ്ങോട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. അതിന് ഹാൻഡിൽ പിടിപ്പിച്ച് ഇട്ടുള്ള സംഗതിയാണ്. ഇത് സ്ക്വയർ ഷേപ്പ്. ഓക്കെ, സ്ക്വയർ ഷേപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ബെഞ്ചായിട്ട് കൃഷി ചെയ്യുന്ന സാധനങ്ങൾ, ചീര, മല്ലിയില, പുതിനയില, പിന്നെ പാലക്ഷീര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഉണ്ടോ ചതുരൻ ഷേപ്പിൽ. ഇതിന് സൈഡിൽ പോക്കറ്റൊക്കെ ഉണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും കുറ്റിയോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇത് സ്ക്വയർ ഷേപ്പ് തന്നെ, സൈഡിൽ പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നേരത്തെ കാണിച്ചതിൻ്റെ കുറച്ചുകൂടി വലിപ്പമുള്ളത്. ഇനിയിപ്പം ഈ വലിപ്പമല്ല, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു 2 അടി വീതിയും 4 അടി നീളത്തിലും ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അപ്പം അത് എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അളവ് പറഞ്ഞാൽ ആ അളവിലും നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് തരും. ഏതളവിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരും.
രണ്ടുപേര് പിടിച്ചു വലിച്ചാലും മറ്റൊന്നും വിട്ടുപോരൊന്നുമില്ല. അത്ര സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളുമാണ്. ഈ മെറ്റീരിയലിന്റെ അകത്തൊരു നെയ്ത്തും കൂടി കൊടുത്തിട്ടുണ്ട്. ആ നെയ്ത്തിന്റെ മുകളിലാണ് അതിന്റെ കോട്ടിങ് വരുന്നത്. അത് കൂടാതെ ഇതിന് UV ട്രീറ്റ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ കൈൻഡ് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മഴയോ വെയിലോ ഒന്നും ഇതിനെ ബാധിക്കുകയില്ല. നമുക്കൊരു 5 to 7 years കൂളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മാറി മാറി പല പല കൃഷികൾ ചെയ്യാൻ പറ്റും. ഇത് വെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെർമി ബെഡ് ആണ്. ഇത് 4 അടി വീതിയും 8 അടി നീളവും പിന്നെ 2 അടി ഹൈറ്റുമാണ്. ഇത് ഇതിന് 12 പോക്കറ്റ്സ് ഉണ്ട്. പോക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും കുറ്റി അടിച്ച് വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിട്ടങ്ങ് നിന്നോളും. ഇതെന്നാന്ന് വെച്ചാലേ നമ്മൾ മണ്ണിരകളാണല്ലോ അതിൻ്റെ അത് വരുന്നത്. അപ്പം എയർ സർക്കുലേഷൻ ഉണ്ടെങ്കിൽ ഈ മണ്ണിരകളുടെ ഹെൽത്തിന് ഒന്നും കൂടെ അഡ്വാൻറ്റേജ് ആണ്. അപ്പം ഇത് പ്രോസസ്സിങ്ങിനും എളുപ്പം അതാണ്. അപ്പോൾ അതുപോലെ 4 സൈഡിലും നമ്മൾ വിൻഡോ ഉണ്ട്, ഇവിടെ ഉണ്ട്. അതുപോലെ ഇപ്പോൾ വലിപ്പം കൂടുവാണെങ്കിൽ വലുതാണെങ്കിൽ ഈ വിൻഡോസിൻ്റെ എണ്ണം കൂടും. ഇത് ഓരോ പോക്കറ്റും നമുക്ക് ഇടുമ്പോഴെന്നാ ഗുണമെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ സ്ട്രെങ്ത് ആയിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോകത്തില്ല. വേറൊരു കാര്യം, നമുക്ക് വെർമി വാഷ് എടുക്കണമെങ്കിൽ അതിനുള്ളൊരു സംവിധാനം കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പം ഇത് കണ്ടോ, ഇത് അടിയിലോട്ടൊരു ഹോളാണ്. ഹോളിന് ഞാൻ മറ്റേ ഭാഗം കാണിച്ചു തരാം. ഇതിന് 2 ഹോളുണ്ട്. അതിൻ്റെ അകത്തൊരു PVC പൈപ്പ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെർമി വാഷ് സുഖമായിട്ട് എടുക്കുക. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് കണ്ടോ, ഇവിടെ നമ്മളകത്ത് നെറ്റ് കണ്ടു. ആ നെറ്റിനെ കവർ ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു വെർമി വാഷ് വരാനുള്ളൊരു സോഴ്സാണ്. ഇതിൽ നമ്മളൊരു PVC പൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെർമി വാഷ് ഈസി ആയിട്ട് കളക്ട് ചെയ്യുകയും ചെയ്യാം.